വചനമൊഴി ശ്ലീഹാക്കാലം 5-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 1:33-46, ഏശയ്യ 1:21-31, 1 കൊരിന്തോസ് 14:1-12, ലൂക്കായുടെ സുവിശേഷം 12:22-34. ശ്ലീഹാക്കാലം 5-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേയുള്ള ദൈവവചന പ്രഘോഷണങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയം വയ്ക്കുന്നവർക്കുള്ള അനുഗ്രഹവും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുടെ അനുഭവവുമാണ് വിവരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിന്റെ ആദ്യ ഭാഗത്ത് മോശ ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിക്കുന്നത് തങ്ങളുടെ മരുഭൂമി യാത്രയിൽ അവർ അനുഭവിച്ച ദൈവപരിപാലനയാണ്. ഇസ്രായേൽ ജനത്തിന് കൂടാരമടിക്കാനായി സ്ഥലമന്വേഷിച്ച് കർത്താവ് അവർക്ക് മുൻപേ നീങ്ങിയിരുന്നതായി അവർ അനുഭവിച്ചിരുന്നു. തങ്ങൾക്കുചിതമായ സ്ഥലങ്ങളിൽ കൂടാരമടിച്ച് വിശ്രമിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ പരിപാലന മൂലമായിരുന്നു. അവിടുന്ന് മേഘം കൊണ്ട് പകൽ സമയം അവർക്ക് തണലേകുകയും അഗ്നി കൊണ്ട് അവർക്ക് രാത്രിയിൽ പ്രകാശമേകുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവപരിപാലനയിൽ ആശ്രയം വയ്ക്കാതെ തങ്ങളുടെ തന്നെ ശക്തിയിൽ ശരണം വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന അവസരവും അവരുടെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ അവർ പരാജയപ്പെടുകയും ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനൊരുങ്ങുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മോശ നൽകുന്ന ഉപദേശം ഏതു സാഹചര്യത്തിലും ദൈവപരിപാലനയിൽ ശരണം വെച്ച് ജീവിക്കണമെന്നതാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിലൂടെ ദൈവം ഇസ്രായേൽ ജനതയുടെ അഹങ്കാരത്തെയും വീഴ്ചയെയുമാണ് എടുത്തു കാണിക്കുന്നത്. നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന നഗരം കൊലക്കളമായി മാറിയതും വിശ്വസ്തയായിരുന്ന നഗരം അവിശ്വസ്തയായി പെരുമാറുന്നതും ദൈവഭയം നഷ്ടപ്പെട്ടതു മൂലമാണ് എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു പകരം കലഹപ്രിയരാകുകയും കള്ളന്മാരോട് കൂട്ടുകൂടുകയും ചെയ്യുന്നവരുടെ അവസ്ഥയാണ് പ്രവാചകൻ വരച്ചു കാട്ടുന്നത്. ആ അവസ്ഥയിൽ ഇസ്രായേലിന്റെ ശക്തനായവൻ സ്വർണം അഗ്നിയിലെന്ന പോലെ ശുദ്ധീകരിച്ച് അവരെ വീണ്ടെടുക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നീതിയുടെ നഗരമെന്നും വിശ്വസ്തയുടെ നഗരമെന്നും വീണ്ടും വിളിക്കപ്പെടുന്ന സമയം വീണ്ടെടുക്കപ്പെടുമെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാത്ത ബലവാൻ ചണനാരു പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. ശമിപ്പിക്കാൻ ആരുമില്ലാത്ത വിധം തീവ്രമായിരിക്കും അവരുടെ അവസ്ഥ. കാരണം അവർ ദൈവത്തിൽ ശരണം വയ്ക്കുന്നതിനു പകരം തങ്ങളുടെ തന്നെ ശക്തിയിൽ ശരണം വയ്ക്കുകയും ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്തു. പരിപാലിക്കുന്ന ദൈവം തെറ്റിൽ നിന്ന് തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി അതിനെ വിശുദ്ധീകരിക്കുന്നവനും കൂടുതൽ നന്മയ്ക്കു വേണ്ടി അഗ്നിയിലെന്ന പോലെ പരിശോധിക്കുന്നവനും പരിരക്ഷിക്കുന്നവനുമാണ്. സഹനമെന്ന യാഥാർത്ഥ്യം പോലും അവിടുത്തെ പരിപാലനയുടെ ഭാഗമായി കാണണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ ആദിമസഭയെ പ്രബോധിപ്പിക്കുന്നത് ആത്മീയ വരങ്ങൾ സ്വീകരിച്ച് അതിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനാണ്. സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ആഗ്രഹിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യണമെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു. മിശിഹ തന്റെ ദൗത്യം തുടരുന്നതിന് സഭയെ സ്ഥാപിച്ചു. പരിശുദ്ധാരൂപിയെ നൽകി ഇന്നും സഭയെ അവിടുന്ന് പരിപാലിക്കുന്നു. പരിശുദ്ധാരൂപിയുടെ വരങ്ങളും ദാനങ്ങളും ഭാഷാപരമായാലും പ്രവചനപരമായാലും വ്യാഖ്യാനപരമായാലും സഭയുടെ നന്മയ്ക്കായും വളർച്ചയ്ക്കായും നാം ഉപയോഗിക്കണം. ദൈവത്തിന്റെ പരിപാലനയെ ഉറപ്പു നൽകുന്ന വാക്കുകളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ആകുലതയെ അകറ്റി നിർത്താനും ദൈവപരിപാലനയിൽ ആശ്രയിക്കാനുമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. എത്രമാത്രം ബലവാനായാലും ആയുസ്സിന്റെ ദൈർഘ്യം ഒരു വിനാഴിക പോലും ദീർഘിപ്പിക്കുന്നതിന് മനുഷ്യന് സാധിക്കുന്നില്ല. നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ഉത്കണ്ഠാകുലരാകുന്നത് എന്തിന് എന്നാണ് വചനം ചോദിക്കുന്നത്. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം എന്ന് പറയുന്നതിലൂടെ ദൈവപരിപാലനയിൽ ശരണം വയ്ക്കാനാണ് സുവിശേഷകൻ ആവശ്യപ്പെടുന്നത്.
എല്ലാം അറിയുന്നവനായ പിതാവിന്റെ മുൻപിൽ സ്വയം സമർപ്പിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇന്ന് സമൂഹവും സഭയും ലോകത്ത് പലയിടങ്ങളിലും വിവിധ കാരണങ്ങളാൽ ഭീതിപ്പെടുത്തുന്നതും ആകുലതയ്ക്ക് കാരണമാകുന്നതുമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ, അത് ഭീതിപ്പെടുത്തുന്ന യുദ്ധങ്ങളാകട്ടെ, ആകുലതയ്ക്ക് കാരണമാകുന്ന സാംക്രമിക രോഗങ്ങളാകട്ടെ, സങ്കടപ്പെടുത്തുന്ന ദുരന്തങ്ങളാകട്ടെ, എന്തു തന്നെയായാലും ദൈവവചനം നമ്മോട് പറയുന്നത് ആകുലതയിലേക്കും നിരാശയിലേക്കും ഭീതിയിലേക്കും വീഴരുത്, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ദൈവത്തിന്റെ പരിപാലനയിൽ ശരണം വയ്ക്കുവാനാണ്. നമ്മുടെ വിശ്വാസത്തെ അഗ്നിയിൽ എന്ന പോലെ ശോധന ചെയ്യുന്ന ഒരവസരമായി ഈ സാഹചര്യങ്ങളെ കാണാൻ നമുക്ക് സാധിക്കണം. യേശയ്യാ പ്രവാചകൻ പറയുന്നു, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധിയാക്കും. ലോകത്തെ മുഴുവൻ ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നു എന്ന ബോധ്യത്തോടെ വേണം ഈ സാഹചര്യങ്ങളെ ദർശിക്കാൻ. സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും എന്ന് പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും ദൈവം നമ്മെയും ലോകത്തെയും വീണ്ടെടുക്കും എന്ന പ്രത്യാശയായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. അവിടുന്നാണ് ചരിത്രത്തെ നയിക്കുന്നത്. ഈ സാഹചര്യത്തിലും അവിടുന്ന് ലോകത്തെ നയിച്ച് ഈ കാലവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ദൈവപരിപാലനയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന തിരുവചനം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ച് അനുദിനം വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.